ആഡിസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സമയം 8:30 കേട്ടോ. തിങ്കളാഴ്ച ദിവസമാണ് ഇന്ന് നമുക്കൊരു ലോങ് ട്രിപ്പ് കിട്ടി. ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ആദ്യത്തെ കന്നി ഓട്ടമാണ് ശബരിമലയിലേക്ക്. 2-3 ട്രിപ്പ് വന്നിട്ട് അത് ക്യാൻസലായിപ്പോയി. അപ്പോൾ ഇന്ന് നമുക്കൊരു ബാങ്കിൽ നിന്നുള്ള ഓട്ടമാണ്, യൂണിയൻ ബാങ്ക്, സ്റ്റാച്യൂലുള്ള യൂണിയൻ ബാങ്കിൽ നിന്നുള്ള ഓട്ടമാണ്. അടുത്ത സാറുമാരെ 4 പേരെയും കൊണ്ട് ശബരിമലയിൽ പോയിട്ട് നാളെ വരണം. പിന്നെ ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ടെന്ന് വെച്ചാൽ നമ്മുടെ ശബരിമലയിൽ ഇന്നത്തെ ദിവസം നമ്മുടെ ലാലേട്ടനുണ്ട്. നാളെ രാവിലെ പുള്ളിക്കാരൻ നിർമ്മാലയം തൊഴുത് ഇറങ്ങത്തുള്ളൂ. അവിടെ വണ്ടി കാണാൻ പറ്റും, പുള്ളിക്കാരനെയൊന്നും കാണാൻ പറ്റില്ല. എന്തായാലും ശബരിമല ഓട്ടമാണ് നമ്മുടെ വണ്ടിയുടെ ആദ്യത്തെ ഓട്ടം കിട്ടും. വണ്ടിയെല്ലാം വാഷ് ചെയ്തിട്ടിട്ടുണ്ട്. 9 മണിക്ക് തിരിക്കുമെന്നാണ് പറഞ്ഞത്. 9 എന്ന് പറയുന്നത് 9:30 ആവുമെന്ന് തോന്നുന്നു. രാത്രി എന്തായാലും 12-12:30 എല്ലാം ആകുമ്പോൾ നമ്മളെത്തും. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. മഴയുണ്ട്, അങ്ങോട്ടൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഫുൾ ഇരുട്ടാണല്ലേ. അപ്പോൾ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു ചെറിയ സാധനം കൂടി നമുക്ക് എടുക്കാനുണ്ട്. എന്താണെന്നല്ലേ കാണിച്ചു തരാം. അയ്യോ, ഇവിടെ ഇല്ലേ, ഇവിടെ പോയി. എൻ്റെ ബൂട്ടിലായിരിക്കും. ലൈറ്റ് ഒന്നുമില്ലല്ലോ. ഇതാണ് സാധനം. എന്താ മൊബൈൽ ടിക്കറ്റ്? ഇത് തന്നെ സാധനം. കാണുന്നില്ലല്ലോ അല്ലേ? ഇതാണ് സാധനം, ടയർ മൊബൈലിറ്റി കിറ്റ്. ഇതെന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതെന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ, വെട്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നമ്മളിതിൽ സ്റ്റെപ്പിന് വെച്ചിട്ടില്ല, പകരം ഒരു പഞ്ചർ കിറ്റാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഇത് ടയർ ഇൻഫ്ലേഷൻ കിറ്റാണ്. ടയർ കാറ്റടിക്കുന്ന ഒരു മോട്ടറാണിത്, കംപ്രസർ. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ശബരിമല എനിക്കൊന്ന് 180 കിലോമീറ്റർ എന്തോണം. 170 കിലോമീറ്ററാണ്. 4 മണിക്കൂറാണ് കാണിക്കുന്നത്. 4.5 മണിക്കൂർ. അപ്പം എന്തായാലും നോക്കാം. 4.5 മണിക്കൂറാകുമ്പോൾ 10 മണിക്ക് തിരിച്ചാലും 1 മണി 1:30 എല്ലാം ആകുമ്പോൾ എത്തുമെന്ന് തോന്നുന്നു. അപ്പം CNGയുടെ അളവ് ഇന്ന് ഇത് വൈകിട്ട് വന്ന ഓട്ടമാണ്, അതുകൊണ്ട് നമുക്കൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. CNG രാവിലെ ഫുൾ ടാങ്ക് അടിച്ചാണ്. ഇപ്പം 3 കട്ടയിൽ നിൽക്കുകയാണ്. 46 കിലോമീറ്റർ ഓടി. 150, 180, 360. എന്തായാലും വരുന്ന വഴിക്ക് പിന്നെ കൊട്ടാരക്കര കഴിഞ്ഞാൽ പിന്നെ CNG പമ്പ് ഉണ്ടോ എന്ന് അറിയത്തില്ല, നോക്കാം. എന്തായാലും കൊട്ടാരക്കര എത്തിയിട്ട് നമുക്ക് ഒന്നുകൂടെ ഫില്ല് ചെയ്യേണ്ടി വരും. അതാകുമ്പോൾ പിന്നെ തിരിച്ച് നമുക്ക് നോക്കണ്ട. ഇല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ശബരിമലയുടെ അവിടെ എത്തിയിട്ട് കയറ്റം ഫുള്ള് പെട്രോളിൽ കയറണം. അതൊരു നല്ലൊരു ഐഡിയ ആണ്. പക്ഷെ നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട് ഒന്ന് ഒരു 500 രൂപയും കൂടെ അങ്ങ് പോവും. ഇതിൻ്റെ ഹോൺ ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് വെച്ച് അത് കംപ്ലൈൻ്റ് ആയതല്ലോ കേട്ടോ. അത് വയറിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഇതിൽ പശയെല്ലാം കൂടെ നല്ല ചേർന്നിട്ട് അതിൽ കറണ്ട് പാസ് ചെയ്യാത്തതാണ്. അത് ഞാൻ ഇളക്കിയിട്ട് അത് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടപ്പം ശരിയായി. ഒരു ഹോണേ പക്ഷേ അത് ശരിയാക്കാൻ പറ്റുള്ളൂ. തൽക്കാലത്തേക്ക് ചെയ്തിട്ട് നാളെ പോയിട്ട് ശബരിമല എത്തിയിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. വാഷ് ചെയ്തിട്ടതാണ്. മഴ കാരണം അവിടെ എത്തുമ്പോഴത്തേക്ക് ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവിടെയൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ, ശബരിമല റൂട്ടിൽ മഴയൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ബാക്കി വിശേഷിച്ച് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഇതിപ്പോൾ എത്ര ദിവസത്തേക്കാണ് നട തുറന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ശബരിമലയ്ക്ക് പോകണം. മറ്റേ പഴയ ഫോൺ ഉണ്ടായിരുന്നപ്പോഴും 1-2 പ്രാവശ്യം ട്രിപ്പ് കിട്ടി. അതിന് മുന്നേ ഇനോവ ഉണ്ടായിരുന്നപ്പോൾ സ്ഥിരം സീസൺ ടൈമിലും അല്ലാത്ത ഈ നട തുറക്കുന്ന സമയത്തെല്ലാം ശബരിമല ട്രിപ്പ് കിട്ടുമായിരുന്നു. അതിന് ഈ വണ്ടിയിൽ ആദ്യത്തെ ശബരിമല ട്രിപ്പാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിലെ സ്റ്റെപ്പിന് വെച്ചിട്ടില്ലല്ലോ, അങ്ങനെയല്ല ഞാൻ ഇതിൻ്റെ CNG വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എടുത്ത സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ഇലക്ട്രിക് വണ്ടിയിൽ കാറ്റടിക്കുന്ന പമ്പുണ്ട്, ഇലക്ട്രിക് മീറ്റർ.
പഞ്ചർ കിറ്റും വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മതി. എമർജൻസി കേസിൽ നമുക്ക് അത് ധാരാളമാണ്. പക്ഷേ ഇത്തിരി ആരോഗ്യം വേണമെന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ ആ കൈ കുത്തി കയറ്റുന്ന ആ സാധനം കൊണ്ട് തന്നെ നമ്മളെ കൈ കയറും. അത് നോക്കിയും കണ്ട് ചെയ്തില്ലെങ്കിൽ കൈ ഭയങ്കര ഡേഞ്ചറാണ്. കൈൻ്റെ ഈ സൈഡ് ഫുള്ള് പോകും. പ്രാവശ്യം എനിക്ക് പണി കിട്ടിയതാണ്. അത് നല്ല ഇത്തിരി ആഞ്ഞൊന്ന് പ്രസ് ചെയ്താലേ ആ സാധനം കയറത്തുള്ളൂ കേട്ടോ. അത് അറിയാത്തവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കൈ അങ്ങ് കീറിപ്പോവും. പെട്ടെന്ന് കുത്തിയാന്ന് ഹോളാവാത്തതാണ്. അപ്പോൾ ആ പഞ്ചർ കിറ്റ് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ച് വെച്ചു. അതിലൊരു 10 പഞ്ചർ ഒട്ടിക്കാനുള്ള സംഭവമുണ്ട്. പിന്നെ നമ്മൾ കാറ്റടിക്കുന്ന സംഭവമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റെപ്പിനി ഇല്ലാതെ ഞാൻ വച്ചത്. അങ്ങനെ ഒരു ഐഡിയയിൽ. പിന്നെ ഉള്ളത് ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് വെച്ച് അവിടെ പോയിട്ട് ഇട്ടിട്ട് കിടന്നുറങ്ങാൻ. ഈ വൈറ്റിലിട്ടിട്ട് കിടന്ന് ശരിയാവത്തില്ല. പിന്നെ രാവിലെ പോയി കുളിക്കണം. പമ്പയിൽ വെള്ളം ഉണ്ടോ എന്ന്. നമുക്ക് പാർക്കിങ് നിലയ്ക്കലല്ല, പമ്പയിൽ തന്നെ പാർക്കിംഗ് ഇവിടെ BSNL ഓഫീസിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് വണ്ടി നമ്പർ. പിന്നെയുള്ളതെന്ന് വെച്ചാൽ അവിടെ റേഞ്ച് കിട്ടുമെന്ന് ഡൗട്ടാണ്. കാരണം ഇതിപ്പോൾ മെയിനായിട്ട് തുറന്നതല്ലല്ലോ. അതുകൊണ്ട് ടവറൊന്നും ഓണായിരിക്കും ചാൻസ് കാണത്തില്ല. റേഞ്ചും കാണാൻ. ഞാൻ സാധാരണ BSNL റീചാർജ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇനി പോകുമ്പോൾ അറിയാൻ പറ്റുക റേഞ്ച് ഉണ്ടോ ഇല്ലയെന്നൊക്കെ. എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഇനിയും വഴിയെ കാണാം. അങ്ങനെ നമ്മൾ ബേക്കറി ജംഗ്ഷൻ എത്തി. ഇന്ദ്രപുരി, രാജധാനി. ഇവിടെയൊക്കെ തിരക്ക് നോക്കണം. ചായക്കടയുടെ തിരക്കാണ് കേട്ടോ. ഇവിടെ ഒരു ചായക്കടയുണ്ട്. എൻ്റെ ഇത് ഒരു അടാറ് തട്ടുകട. ഇത് മറ്റേതാണ്. ഇവർക്ക് തന്നെ ഇവരുടെ തന്നെയാണെന്ന് തോന്നുന്നു. വഴുതക്കാട് അവിടെയും ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, തട്ടുകട. ഫുഡൊക്കെ സൂപ്പറാണ് കേട്ടോ അവിടുത്തെ. ഇവിടെ പണ്ടൊരു തട്ടുകട ഉണ്ടായിരുന്നു. അവിടെ പണ്ട് ദോശ, രസവട, പിന്നെ പൈനാപ്പിൾ ജ്യൂസ്, അതായിരുന്നു അവിടുത്തെ ഹൈലൈറ്റ് സാധനം. പണ്ട് ഒരുപാട് വർഷം മുന്നേ കേട്ടോ, ഞാനത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ഇപ്പം ഇല്ല, അതൊക്കെ പൂട്ടിപ്പോയി. ഇപ്പോൾ വേറെ ചായക്കടയായി ഇവിടെ. നമുക്ക് യൂണിയൻ ബാങ്കിൽ നിന്നാണ് ഓട്ടം. യൂണിയൻ ബാങ്ക് എനിക്ക് തോന്നുന്നു ആ BSNL ഓഫീസിൻ്റെ അടുത്താണെന്ന് തോന്നുന്നു. അവിടെ കണ്ടതായിട്ടൊരു ഓർമ്മ. വേറെ എവിടെയൊന്നുമില്ല, ബാക്കിയെല്ലാം വേറെ വേറെ ബാങ്ക്. ഇവിടെ നിന്ന് കറങ്ങിയാലും കഴിയില്ല. ഇതൊന്നും കറങ്ങി നമ്മൾ അപ്പുറത്തൂടെ പോകണം. സെക്രട്ടേറിയറ്റിൻ്റെ ആ ഗേറ്റിൻ്റെ അപ്പുറത്തെ ഗേറ്റ് വഴി പോയാലേ നമുക്ക് യൂണിയൻ ബാങ്കിലോട്ട് എത്താൻ പറ്റുള്ളൂ. അവിടെ സാറുമാർ വിളിച്ചായിരുന്നു, എത്തിയോ എന്നറിയാം. ഞാൻ പറഞ്ഞു ഒരു 5 മിനിറ്റ് പറഞ്ഞു. ചെറുതായിട്ടൊന്ന് ലേറ്റായി. 9:10 10 മിനിറ്റ് ലേറ്റായി. കുഴപ്പമില്ല. റോഡ് ഫുള്ള് വെള്ളം. അയ്യോ, വേറെ എവിടെയുണ്ട് ഈ സൗകര്യം? നമുക്ക് റോഡ് ലൈസൻസ് എടുത്താൽ വെള്ളത്തിൽ കൂടെ വരെ വണ്ടി ഓട്ടിക്കാം. വേറെ ഏത് നാട്ടിലുണ്ട് ഈ വെള്ളത്തിൽ കൂടെ ഓട്ടിക്കാൻ പറ്റിയത്? വെള്ളത്തിലോട്ടിക്കാം, കുഴിയിലോട്ടിക്കാം. കുഴിയെന്നല്ല പറയുള്ളൂ, കിണർ, മരണക്കിണറിനകത്തിട്ട് വല്ല നമ്മൾ വണ്ടി ഓട്ടിക്കും. അതാണ് നമ്മുടെ ഇവിടുത്തെ റോഡുകൾ. ഒരു മഴ വരണം, ഇവിടുത്തെ റോഡിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയാൻ. കണ്ടീഷനല്ല, നിലവാരം. അതാണ് കറക്റ്റ് വാക്ക്. ഇപ്പം ഒരുവിധമൊക്കെ കുഴപ്പമില്ല. എന്നാലും അവിടെ എവിടെയൊക്കെ ഇത്തിരി പ്രശ്നമൊക്കെ തന്നെ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? പിന്നെ ഓട്ടോയുടെ പുതിയ നിയമം മറ്റേ അടുത്ത് മാറ്റിക്കളഞ്ഞു കേട്ടോ. മീറ്റർ ഇട്ടില്ലെങ്കിൽ കാശ് കൊടുക്കണ്ട എന്നുള്ളത് അത് പാടെ എടുത്ത് മാറ്റി. അതേപോലെ സ്റ്റിക്കറും വരുമെന്ന് പറഞ്ഞു, അതൊക്കെ എടുത്ത് മാറ്റി കളഞ്ഞിട്ടുണ്ട്. കസ്റ്റമർ വിളിച്ചാണ്, നമുക്ക് വിളിക്കാം. ഹലോ, ഞാൻ എത്തിയായിരുന്നു. ഈ അരുൾ ജ്യോതിയുടെ ഇവിടെ എത്തി. ഓക്കെ, കറക്റ്റ്. അവർ സാറുമാർ വിളിച്ച് 9 മണി പറഞ്ഞല്ലേ, നമ്മൾ മിസ്റ്റേക്കാണ്. ലേറ്റായി 10 മിനിറ്റ് ലേറ്റായി. അതിനിടയിൽ സിഗ്നലിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഒരു ഗ്ലേസിങ് ഒക്കെയാണ്. ഹടാ, സിഗ്നലിൽ കിടക്കണ അവൻ പോയി. നമ്മളൊരു ചെറിയൊരു പെറ്റിയുടെ കാര്യം പറയാൻ മറന്നു. 2 പെറ്റി അസലായിട്ട് വന്നിട്ടുണ്ട്. ഒരു 3ാമത്തെ ഒരു പെറ്റിക്കുള്ള വകുപ്പ് ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമ്മൾ കാട്ടായിക്കോണത്ത് അവിടെ ഒരു ഉത്സവം നടക്കായിരുന്നു. റോഡ് ഒരു സൈഡ് ഫുള്ള് ബ്ലോക്ക്.
ഞാൻ എന്ത് ചെയ്ത് ആ ബ്ലോക്കിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു യൂ ടേൺ എടുക്കാൻ നോക്കി. അവിടെ സിഗ്നൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ ഇതാണ് MC റോഡാണ്. അവിടെ നിന്ന് ഞാൻ യൂ ടേൺ എടുത്തതിന് ഒരു പോലീസുകാരൻ നട്ടനെ വന്ന് തൂണ് പോലെ എൻ്റെ ഫ്രണ്ടിൽ കയറി നിന്ന് എൻ്റെ ഫോട്ടോ എടുത്ത്. പക്ഷെ അത് ഇതുവരെ വന്നില്ല, വരുമോയെന്ന് അറിഞ്ഞൂടാ. എന്തായാലും നമ്മൾ യൂണിയൻ ഇവിടെ തന്നെ ഇത് തന്നെ എത്തി, ഇവിടെ എത്തി കേട്ടോ. അതാണ്ടിരിക്കുന്നു നമ്മുടെ സ്വാമി എത്തി. സ്വാമി ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് 2 മണിയായപ്പം നമ്മളിവിടെ എത്തി. അകത്തിൻ്റെ നമ്മുടെ BSNL ഓഫീസിൻ്റെ അകത്താണ് ഇനി പാർക്കിങ് കാര്യങ്ങൾ. അവിടെ ഇട്ടിട്ട് ഇനി കിടന്ന് ഉറങ്ങണം. വന്ന വഴിക്ക് ഫുള്ള് കോട മഞ്ഞ്, റോഡ് ഫുള്ള് മഞ്ഞ്, കോട. അപ്പോൾ നമ്മുടെ സ്വാമിമാരുടെ സാധനങ്ങളൊക്കെ കൊടുത്ത് മല കയറാൻ പോയി. ആദ്യം ഒന്ന് കുളിക്കാൻ പോകും, കുളിച്ചിട്ട് അവർ മല കയറാൻ പോകും. നമ്മുടെ BSNL ഓഫീസിൽ നമ്മളെ കയറ്റിയില്ല, ഗെറ്റ് ഔട്ട് അടിച്ച്. ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയെ കയറ്റത്തുള്ളൂ. ഭാഗ്യത്തിന് നമുക്ക് താഴെന്ന് പോലീസ് പാസ് തന്നു ഹിൽ ടോപ്പിലേക്ക്. അത് ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. നമുക്ക് അങ്ങോട്ട് പോവാം, തിരക്കില്ലാത്തതുകൊണ്ട് കൊള്ളാം. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം ഇപ്പോൾ എത്രയെന്നാണ്? സമയം ഇപ്പോൾ 7 മണിയായിട്ടോ. ഇവിടെ ഫുള്ള് കോടയായിട്ടിരിക്കുന്നു. നല്ല സെറ്റ് ക്ലൈമറ്റ് ഇപ്പോൾ.
ഇന്നലെ രാത്രി ഒരു മണ്ടത്തരം കാണിച്ച് ATM കാശ് എടുക്കാൻ വിട്ടുപോയി. പാർക്കിങ് നമുക്ക് ഹിൽ ടോപ്പിലാണ് പിന്നെ കിട്ടിയത്. ഹിൽ ടോപ്പിൽ കിട്ടിയപ്പോൾ അവിടെ 50 രൂപ കൊടുക്കാൻ കയ്യിൽ അതുപോലും ഇല്ലായിരുന്നു. 1 രൂപ എടുക്കാതെയാണ് വന്നു. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മുടെ KSRTC സ്റ്റാൻഡിൻ്റെ ഇപ്പുറത്ത് പാർക്കിങ്, അവിടെയാണെങ്കിൽ ഗൂഗിൾ പേ ഉണ്ട്. അങ്ങനെ അവന്മാരടുത്ത് സംസാരിച്ചെടുത്ത്. ഇനിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റും കാര്യങ്ങൾക്ക് ഇനി നമ്മൾ പമ്പയിൽ പോകണം. ഇവിടെ നിന്ന് ഇനി 1.5 കിലോമീറ്റർ ഉണ്ട്. നടന്നങ്ങ് പോകാമെന്ന് വിചാരിച്ചു. വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഫുൾ പിന്നെ പാർക്കിംഗ് കിട്ടത്തില്ല തിരിച്ച്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്ന്. 5 ദിവസത്തേക്ക് തുറന്നതാണ് കേട്ടോ ഇത്. നടക്കാം 1.5 കിലോമീറ്റർ. രാവിലെ നല്ല കോടമഞ്ഞുണ്ട്. കോട അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മുടെ ഗണപതി കോവിലിൻ്റെ അടുത്ത് വന്ന് ഫുഡും കഴിച്ച് അവിടെ നിന്ന് തന്നെ ATM ഉണ്ടായിരുന്നു. ഗണപതി കോവിലിൻ്റെ ഫ്രണ്ടിൽ കോവിലവിടെ നിന്ന് ATM കാശ് കൊടുത്ത് ഫുഡും കഴിച്ച് താണ്ട് ഇനി തിരിച്ച് നമ്മളെ വണ്ടിയിൽ അടുത്തോട്ട് പോകണം. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. KSRTC ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ടാണ് വണ്ടി. അപ്പോൾ ഒന്നിൽ നടന്നു പോകണം, അല്ലെങ്കിൽ ബസ്സിൽ കയറി പോകണം. നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല വെയിൽ. അപ്പോൾ നമ്മൾ വണ്ടിയുടെ അടുത്തോട്ട് അങ്ങ് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയൊന്നും കിട്ടിയില്ല തിരിച്ചു പോകാൻ. പിന്നെ നടക്കാമെന്ന് വിചാരിച്ച്. നമ്മുടെ ഗസ്റ്റ് ഏതാണ്ട് പമ്പ എത്താറായെന്ന് വിളിച്ചു പറഞ്ഞു. ഇപ്പം നിന്ന് സമയം കളയുന്നതിനേക്കാളും നല്ലത് നടക്കാമെന്ന് വിചാരിച്ച്. അയ്യോ, നടന്ന് ഊപ്പാടായി. ഗണപതി കോവിലിൽ അങ്ങോട്ടും നടന്ന് മനുഷ്യൻ്റെ പടം ഇളകി. ഇന്ന് കിടക്കുക. നടന്ന് ഒരു പരുവാവും. രാവിലെ ആയപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബസ്സുകാരന്മാരൊന്നും നിർത്തുന്നില്ല. അമ്മ ബസ് സ്റ്റോപ്പിലേ നിർത്തുള്ളൂ, അങ്ങ് ബാക്കിൽ. ഞാനെങ്കിൽ ഇങ്ങ് നടന്നെത്തി. വഴിയിൽ വെച്ചൊന്നും കൈ കാണിച്ചാൽ നിർത്തൂല. ഗണേശന്മാർ പറഞ്ഞ് കഷൻ ചൊറിയാൻ വേണ്ടി കൈ പൊക്കിയാൽ പോലും നിർത്തണമെന്നാണ്. പറഞ്ഞിട്ട് കാര്യമില്ല.
സിറ്റിക്കകത്ത് എന്നെ കൊണ്ടുവന്ന് ഓടി ഒരു 10-60 കിലോമീറ്റർ ഓടി. പിന്നെ നമ്മുടെ ശബരിമല ഓട്ടം എടുത്ത സമയത്ത് ഒരു ഘട്ടമായിട്ട് കുറഞ്ഞു. സാരില്ല, പോയിട്ട് വരുമെന്ന് വിചാരിച്ചു. പക്ഷേ കറക്റ്റ് ഇല്ലെങ്കിൽ കൊട്ടാരക്കര എത്തിയപ്പം ഫുൾ ടാങ്ക് അടിക്കാമെന്നും പറഞ്ഞ് നോക്കിയപ്പോൾ പമ്പിൽ സ്റ്റോക്കില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു 700 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് നേരെ ശബരിമല എത്തി. ഇന്ന് രാവിലെ കസ്റ്റമറിനെ കയറ്റിയപ്പോഴത്തേക്കും CNG ഫുള്ള് തീർന്നു. പിന്നെ ഇപ്പം അവിടെ നിന്ന് കൊട്ടാരക്കര വരെ ഇനി പെട്രോളിലാണ് ഓടണം. ഇനി കൊട്ടാരക്കര വന്നിട്ട് വേണം, എത്താറായി, ഇനി ഒരു 10 കിലോമീറ്റർ ആയ കൊട്ടാരക്കര എത്തും. ഇനി വേണം CNG അടിക്കാൻ. ഇങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഈ ലിമിറ്റഡാണ് CNG പമ്പുകൾ. ശബരിമല റൂട്ടിൽ കൊട്ടാരക്കര കഴിഞ്ഞാൽ പിന്നെ ഇല്ല. കൊട്ടാരക്കരയുണ്ട്, പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ വാളകം വഴിയാണ് പോകണമെങ്കിൽ പുനലൂരും ഉണ്ട്. CNG പമ്പുകൾ കുറച്ചുകൂടെ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ അത് ഇതേപോലെയൊക്കെ കിട്ടുന്ന ലാഭത്തുനിന്ന് പിന്നെയും കാശം കയറാണ്. ഇപ്പം അനാവശ്യ കാശാണ് 700 രൂപ പെട്രോളിന് പോകണം. അങ്ങോട്ടൊക്കെ കുഴപ്പമില്ല, കോട്ടയം റൂട്ടൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ CNG പമ്പ് അത്യാവശ്യം നമുക്ക് പോകുമ്പോൾ ഉണ്ട്. എന്തായാലും CNG ഫുള്ള് അവിടെ എത്തിയപ്പോൾ തന്നെ കാലിയായി. ഇപ്പോൾ ഓടുന്നത് പെട്രോളാണ്. 700 രൂപയ്ക്ക് നല്ല അടിച്ച്. എന്തായാലും പമ്പ് ഇപ്പം എത്തും. സ്റ്റോക്ക് വന്നോ എന്തോ. ഇല്ലെങ്കിൽ അടുത്തടുത്ത് തന്നെ 2 ഉണ്ട്. കൊട്ടാരക്കര ജംഗ്ഷൻ കഴിഞ്ഞ് ഒരെണ്ണം ഉണ്ട്. അത് കഴിഞ്ഞ് AGNPയുടെ കഴിഞ്ഞാൽ പിന്നെ HPയുടെ ഉണ്ട്. എന്തായാലും നോക്കാം. ഇങ്ങനത്തെ മണ്ടത്തരം ആരും കാണിക്കില്ല ശബരിമലയിൽ പോകുമ്പോൾ. ഫുൾ ടാങ്ക് അടിച്ചിട്ട് വന്നിട്ട് കൊട്ടാരക്കര എത്തുമ്പോൾ ഫുള്ള് ഫില്ല് ചെയ്യണം. ബാലൻസ് ഇവിടെ ഉള്ളത് ഇവിടെ ഫില്ല് ചെയ്ത് പോകണം. അല്ലെങ്കിൽ തിരിച്ച് വന്നിട്ട് ഒന്നുകൂടെ ഫില്ല് ചെയ്യണം കൊട്ടാരക്കര എത്തിയിട്ട്. ഞാൻ പകുതിയോളം അവിടെ സിറ്റിക്കകത്ത് ഓടിക്കളഞ്ഞുകൊണ്ടാണ് പ്രശ്നമായത്. ഇല്ലെങ്കിൽ കറക്റ്റ് ആ ഫുൾ ടാങ്ക് CNGയിൽ തിരിച്ച് നമ്മൾ കൊട്ടാരക്കര എത്തി ഫുള്ള് ഫില്ല് ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നു. സാരമില്ല, നമുക്കിനി അവിടെ പോയിട്ട് ബാക്കി നോക്കാം. അങ്ങനെ 2:30 ആയപ്പോൾ നമ്മൾ നമ്മുടെ പാളയം എത്തി. അവരെല്ലാം വിട്ടു. നമ്മൾ അപ്പം റേറ്റ് എന്ന് പറഞ്ഞത് പറയണമെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ സജഷൻ ഒരുപാട് വന്നായിരുന്നു കേട്ടോ. റേറ്റ് ബ്രോ പറഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും വീഡിയോ എന്നൊക്കെ. അത് കുഴപ്പമില്ല, പറയണേൽ വേറെ ഇല്ല. പക്ഷേ അതിലൊരു ആൾ മാന്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രോ റേറ്റ് പറഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അത് സജഷൻ പോലെ. വേറെ ഒരാൾ പറഞ്ഞിട്ട് എന്തൊരു കോപ്പിനാണ് വീഡിയോ പിന്നെ ചെയ്യുന്നത് റേറ്റ് അറിയാതെ. ആ റേറ്റ് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനൊന്നുമില്ല. ഈ പറഞ്ഞവന് എന്തൊരു കോപ്പിനാണെന്ന് നീ അറിയേണ്ട കാര്യമില്ല. എൻ്റെ ഇഷ്ടമാണ് ഇടുന്നതും ഇടാത്തതും. നീ പറഞ്ഞൊന്നും പറഞ്ഞ് ഇടാനൊന്നും പോകില്ല. എനിക്കായിട്ട് തോന്നിയാൽ ഞാൻ ഇടും. എന്തായാലും ഇങ്ങനെ ചുമ്മാ ഇതേപോലത്തെ മോശം കമൻറ്റ് ചെയ്യുന്നവരോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നിങ്ങൾ ദയവ് ചെയ്ത് വീഡിയോ കാണാതെ ഇരിക്കുകയാണ് നല്ലത്. സ്കിപ്പ് ചെയ്ത് പോവുകയാണ് നല്ലത്. വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ വേറെ കുറേ ഉണ്ട്, അതൊക്കെ പോയി കാണുക. എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ കണ്ടാൽ മതി. അപ്പോൾ റേറ്റ് എന്തായാലും ഞാൻ ഇത് പറഞ്ഞേക്കാം. ഇത് പുറത്തോട്ടമാണ്, ഓഫ് സീസണാണ്. നമ്മൾ ഇപ്പം മേടിച്ചിരിക്കുന്ന 7000 ഇന്നലെ പോയി ഇന്ന് വന്നത്. പിന്നെ സിറ്റിക്കകത്ത് കുറച്ച് ഓട്ടോ ഉണ്ടായിരുന്നു, അതാണ് നമ്മളത് മേടിച്ചില്ലെങ്കിൽ 6500 ഞാൻ പറഞ്ഞ റേറ്റ്. പിന്നെ സീസൺ ടൈമിലൊക്കെ ആ റേറ്റ് നമ്മൾ വ്യത്യാസം വരും. അപ്പം നമ്മളിതോടെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇപ്പം നമ്മൾ പാളയം എത്തി. നേരെ വണ്ടി ഒന്ന് കുളിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് പറ്റിയാൽ ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടൊക്കെ ഒന്ന് ഉറങ്ങിയിട്ട് യൂബറോടെ ഇറങ്ങണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇടയ്ക്ക് വെച്ച് ഞാൻ ഒരു സൈൻ ഓഫ് പറഞ്ഞായിരുന്നു കേട്ടോ, അത് ഞാൻ കട്ട് ചെയ്യും. എന്തായാലും ഫുൾ വീഡിയോ അവസാനിപ്പിക്കുമ്പം എല്ലാം മൊത്തത്തിൽ പകുതി വെച്ച് നടത്തുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ റേറ്റ് പറഞ്ഞില്ല എന്നൊരു പരാതി വേണ്ട. ഇപ്പം 7 രൂപയാണ് മേടിച്ചത്. കറക്റ്റ് 350 കിലോമീറ്റർ. അപ്പം ഓക്കെ, ബായ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.